പറയില്ലേ ഇപ്പൊ പറയരുത്. ഹായ് ഗൈസ്, നമ്മൾ എവിടേക്ക് പോകണമെന്നറിയാം. പൊണ്ടാട്ടിക്ക് അറിയാതിരിക്കല്ലോ. ഓക്കെ, ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വന്നതിന് ശേഷം കാണിക്കാം. അതിൽ വിളിച്ച സംഭവം കാണിക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പം നമ്മൾ എത്താറായിൻ്റെ അതിന് മുമ്പ് പോണേക്കാളും മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറി കയറിയതിന്. അപ്പോൾ അവിടെ വെച്ചാൽ അവിടുത്തെ പണിക്കാരില്ല എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചേട്ടനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാവും ഫേസൊക്കെ എങ്ങനെയാവും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ചേട്ടൻ കുടിച്ചിട്ടില്ല, ഞാൻ വേഗം കുടിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഷോപ്പിലേക്ക് എത്തിയിട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ ഹെജുവ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീല് കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ മുടിയൊക്കെ ബോട്ടോക്സും സ്മൂത്തനിങ്ങും ഇവിടുത്തെ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പം നിങ്ങളെൻ്റെ ഹെയർ കണ്ടില്ലേ, ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ ആട്ടോ എൻ്റെ. ഒരു 2 മാസം മുമ്പ് തന്നെ എൻ്റെ മുടിയെല്ലാം പൊട്ടിപ്പോയിട്ട് വളരെ എന്താ പറയുക കൊഴിഞ്ഞും പോയി. ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടാലറിയാം നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇരിക്കി. അത് കഴിഞ്ഞിട്ട് തന്നെ എങ്ങനെയുണ്ട് മുടിയെന്ന് നോക്കാനായിട്ട് അവരവിടെ ചെയറിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ജ്യൂസായിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പല്ലുമ്മ ക്ലിപ്പിട്ടുള്ള കാരണം വേണ്ടാന്ന് പറഞ്ഞു. ചേട്ടൻ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും വന്നിട്ട് എൻ്റെ മുടിയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്, ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മുടിയിലൊരു എന്താ പറയുക ഒരു സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ ബോട്ടോക്സ് വേണ്ടാന്നാണ് അവർ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോട്ടോക്സ് ഇപ്പോൾ ചെയ്താലും കുറച്ച് നാളത്തേക്ക് അത് നിൽക്കുള്ളൂ എന്ന്. അത്രയും ചുരുണ്ടിട്ടുള്ള മുടിയല്ല, ഭയങ്കര ചുരുളിച്ചുള്ള മുടി എൻ്റെ. അപ്പോൾ മെയിൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ആളെ പേര് ബ്രിജു എന്ന് തോന്നുന്നുണ്ട് പേര്. അങ്ങനെ തന്നെ പേര്. ആൾ വന്നിട്ട് പറഞ്ഞു കെര സ്മൂത്തനിങ് ചെയ്താൽ മതി, അതാകുമ്പോൾ കുറച്ച് നാളും കൂടിയും നിൽക്കും. ഇത്രയും പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ആൾ പറഞ്ഞു അത് ചെയ്താൽ മതി എന്ന്. അപ്പോൾ ചേട്ടനും ആളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അത് ചെയ്താൽ എങ്ങനെയുണ്ടെന്നൊക്കെ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് സ്മൂത്തനിങ് പ്ലസ് ബോട്ടോക്സ് അതാണ് കേട്ടോ ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് രണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിന് ഒക്കെ മേളിൽ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളെൻ്റെ മുടി ഇങ്ങനെ പിടിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ കനണ്ടോ എന്താണെന്നറിയില്ല അങ്ങനെ നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് മതി ചേട്ടാ, വീഡിയോ എടുത്തത് മതി, ഞാൻ എൻ്റെ മുടി കാണിക്കേണ്ട അധികം എന്നാണ്. അപ്പോൾ ഒരു വാഷ് ചെയ്ത് തുടങ്ങി മുടി, എന്തൊക്കെയോ ഷാമ്പൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കി പറയുന്നുണ്ട്, നീ എന്തിനാ അമ്മ ഒന്ന് വീട്ടിൽ നിന്ന് കുളിച്ച് വന്നത്, ഇവിടെ നിന്നെ നല്ലോണം തലയൊക്കെ വാഷ് ചെയ്ത് വരുന്നുണ്ടല്ലോ എന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ നല്ല വൃത്തിയിൽ കുളിച്ച് വരണ്ട. ഞാൻ ഷാമ്പൊക്കെ ഇട്ടിട്ട് കുളിച്ചിട്ടൊക്കെ വന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് ചേട്ടൻ അതിൽ കൂടെ വീഡിയോ എടുത്തിട്ട് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കണുണ്ട് കേട്ടോ. മുടിയുടെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് കളിയാക്കണത്. എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, എന്തോ പറഞ്ഞ കളിയാക്കുന്നുണ്ടായിരുന്ന ആള്. ഞാൻ എന്നിട്ട് ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, എനിക്ക് നേരം പോകാനായിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നമ്മളോടുള്ളൊരു ബിഹേവിയർ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അവരെല്ലാവരും അതെ നമ്മൾക്ക് എനിക്ക് മെയിനായിട്ട് എല്ലാതും ചെയ്തു തന്നത് ഈ ആളും പിന്നെ വേറൊരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു, ആളും കൂടിയിട്ടാണ് ചെയ്തു തന്നത്. ഈ സ്റ്റാഫ് വളരെ എന്താ പറയുക, വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടായിരുന്നു കേട്ടോ എല്ലാതും ചെയ്തിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവരെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അടിപൊളിയാട്ടോ, സ്റ്റാഫിൻ്റെ സർവീസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോ. ഇവർ നമുക്കിപ്പോൾ നമ്മളെ മുടിയുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് ഏതാ ചെയ്യേണ്ടത്, ഏതാ നമുക്ക് ബെറ്റർ എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ അതേ ഇപ്പം എൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന് ഈ ഹെയർ കട്ടിങ്ങിനായിട്ടോ. അപ്പം ഞാൻ ഈ ക്രീമൊക്കെ തയ്ച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുമ്പോൾ കാണാം
എത്ര നേരം എടുത്തിട്ടാന്ന് അറിയാം ഒരാളെ ഹെയർ കട്ട് ചെയ്തിട്ട് എന്ത് ഭംഗിയില്ല ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. ചേട്ടന് നല്ല ഇഷ്ടമായി. ചേട്ടൻ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ചേട്ടൻ പറഞ്ഞു അടിപൊളിയായിട്ട് മുടി വെട്ടുന്നുണ്ട്. പക്ഷെ ചേട്ടൻ്റെ മുടി ഇന്നാൾ വെട്ടിയ കാരണം പിന്നെ ആൾ അത് ചെയ്തില്ല. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഇവിടെ വന്നിട്ട് മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് ചേട്ടൻ. അപ്പോൾ അത് എൻ്റെ മുടിയൊക്കെ അത് വാഷ് ചെയ്തിട്ട് പിന്നെ ഡ്രയറൊക്കെ വെച്ചിട്ട് ഉണക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപം കണ്ടിട്ട് ചേട്ടനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു അമ്മോ നമുക്കൊരു റീൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് റീലാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ആൾ പറഞ്ഞു ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ആ റീലിനുള്ള ചിരിയാണ് കാണുന്നത്. അത് യൂട്യൂബിൽ അത് കുറച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും കേട്ടോ ചേട്ടൻ. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും വന്നിട്ട് കുറേ സമയം എടുത്തുവിട്ടാൽ നമുക്ക് ചെയ്യാനായിട്ട് എൻ്റെ മുടി ഒന്ന് ഭംഗിയാക്കാനായിട്ട്. ആ ട്രീറ്റ്മെൻറ്റിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി കര സ്മൂത്തിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ പാർലറിൽ പോയിക്കോളോ, എന്നാലേ നമുക്കത് സമയത്തിൽ വീട്ടിലെത്താൻ പറ്റുള്ളൂ. എനിക്ക് പിന്നെ ചേട്ടനുള്ള കാരണം കുഴപ്പമില്ല, ഇത്രയും നേരം വൈകിയാലും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാന പടിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടിയുടെ. ഇപ്പോൾ നല്ല എന്താ പറയുക, ഇതാണ് അവിടുത്തെ മേഡം കേട്ടോ. അപ്പോൾ ഞങ്ങളായിരുന്നു ലാസ്റ്റ് കസ്റ്റമർ ആയ കാരണം ആളും മോളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എങ്ങനെയുണ്ടോ മാം സ്റ്റൈൽ? സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. അടിപൊളിയേ. ഇത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അവിടെ ഫുള്ള് വീഡിയോ എടുക്കായിരുന്നു, എങ്ങനെയുണ്ട് സലൂൺ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഡം പറഞ്ഞു അടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്തു. അടിപൊളി. നമുക്ക് ഫ്രണ്ടിൽ കാണുന്നേക്കാളും വളരെ സൗകര്യത്തോട് കൂടിയിട്ട് ഉള്ളിൽ നമുക്ക് ഇനിയിപ്പോൾ ചിലർക്ക് മറ്റുള്ളവർ കാണാണ്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. മറ്റുള്ളവർ അധികം കാണണ്ട, എനിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ അല്ല പ്രൈവസി വേണം എന്നുള്ളവർ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഇവിടെ ഉള്ളിൽ വന്നിട്ട് അടിപൊളിയായിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫേഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം വന്നിട്ട്. അതേ എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് ഗായ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്താ പറയുക, എന്തെന്നില്ലാത്ത സന്തോഷം. ചെറുപ്പം തൊട്ടേ ചുരുണ്ട മുടി കൊണ്ട് നടന്നിട്ടേ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ നല്ല ഭംഗിയിൽ മുടിയൊക്കെ കെട്ടി വരുമ്പോൾ എനിക്ക് മാത്രം കെട്ടാൻ പറ്റില്ല. എൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ടിട്ട് ഇത് കുറേ ബോയ്സൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും. ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട്? ആള് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അവരെന്തായാലും ഷോപ്പ് അടച്ച് പോണേക്കാളുമ്പോൾ ഞങ്ങൾ റീൽ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടുത്തോന്ന് പറഞ്ഞിട്ട് അവരായിട്ട് ഞാൻ ചേട്ടനെ അല്ല ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ചേട്ടന് ഓരോ വീഡിയോക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവർ കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിയിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. എല്ലാവരും ഇപ്പം നേരത്തെ ബുക്ക് ചെയ്ത് വന്നോളൂ. എല്ലാതും എവരിത്തിങ് എല്ലാതും അടിപൊളി. സ്റ്റാഫൊക്കെ സൂപ്പറാണ്. എല്ലാവരും വന്നോളൂ. വൈഫിൻ്റെ വർക്കാണ്, വൈഫിൻ്റെ മുടി ചെയ്തിട്ടുള്ള വർക്കാണ്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം പറഞ്ഞൊരു ആഗ്രഹമാണ് എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവരുടെ പ്രൊഫഷൻസ് നമ്മൾക്ക് പറഞ്ഞത് ഇന്ന സാധനം ചെയ്താലാണ് മുടി കൂടുതൽ നീണ്ടു നിൽക്കുള്ളൂ, അതിൻ്റെ ഹെൽത്തിയുള്ള ഇത് എഫക്റ്റ് നിങ്ങൾക്ക് നീണ്ടു നിൽക്കുള്ളൂ എന്നുള്ളത്. ഈ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റിലും സ്കിന്നിൻ്റെയിലും ഹെജ്വ ഫാമിലി സലൂണിലേക്ക് നമുക്ക് വരാം. ചാവക്കാട് സ്ഥലങ്ങളിൽ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പുറകിൽ വരുന്ന ഇലാക്ക പ്ലാസയിലാണ് ഈ ഹെജ്വ. അപ്പോൾ എല്ലാവരും മറക്കാതെ വരിക. നമ്മുടെ സ്പോർട്ട് മനസ്സിലായ എല്ലാവർക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മടിക്കാതെ വരാം. എല്ലാവിധ ഓഫറും കാര്യങ്ങളും ഇവിടെ. ഓക്കെ.